Hi students, today we are going to have a class on blood clotting mechanism. നമുക്ക് ഒരു മുറിവുണ്ടായെന്ന് കരുതുക. എന്ത് സംഭവിക്കും? കുറേ സമയം ബ്ലീഡ് ആവും അല്ലേ? ആയിട്ട് ഒരു സെമി സോളിഡ് ബ്ലഡ് അവിടെ ഫോം ചെയ്യും. അതിനെ ക്ലോട്ട് എന്നും ഒരു പ്ലഗ് പോലെ മുറിവിനെ സീൽ ചെയ്ത് ഇഞ്ചേർഡ് റീജിയനിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ഇതിനെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്നും പറയുന്നു. ഇത്തരത്തിൽ ബ്ലഡ് ഫ്ലോ അറസ്റ്റ് ചെയ്ത് ഫർദർ ബ്ലീഡിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നു. ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് മൂന്ന് തരത്തിലാണ് നടക്കുന്നത്. ഒന്ന്, നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്, ദാറ്റ് ഈസ് വാസോ കൺസ്ട്രക്ഷൻ, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, ആക്ടിവിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്. ഇഞ്ചുറി സംഭവിച്ച ഉടനെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ചെയ്യുകയും ബ്ലഡ് ലോസ് കുറയുകയും ചെയ്യുന്നു. ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി ബ്ലഡ് വെസൽസ് കട്ടാവുന്നു. അതുകൊണ്ടാണല്ലോ ബ്ലീഡിങ് സംഭവിക്കുന്നത്. അപ്പോൾ എൻഡോത്തീലിയത്തിന് ഡാമേജ് സംഭവിക്കുകയും കൊലാജൻ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രോട്ടീൻസായ കൊലാജനും ത്രോംബിനും ഇഞ്ചുറി പറ്റിയ സൈറ്റിൽ പ്ലേറ്റ്ലെറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും പരസ്പരം സ്റ്റിക്ക് ചെയ്ത് ഒരു ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഓർ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നു. പ്ലേറ്റ്ലെറ്റ്സും കൊളാജനും അഡർ ചെയ്യാൻ ആക്സിലറേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടറായ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറാണ്. വോൺ വില്ലിബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇതിന് സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സിലെ സർഫസിൽ കാണുന്ന സ്പെസിഫിക് ഗ്ലൈക്കോ പ്രോട്ടീൻസും കൊളാജൻ ഫൈബേഴ്സും സ്റ്റിക്ക് ചെയ്തതിന് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നു. ഇത് വില്ലിബ്രാൻഡ് ഫാക്ടറാണ് ഇതിന് സഹായിക്കുന്നത്. രണ്ടാമതായി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആണ്. ആഫ്റ്റർ അഡ്ഹഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ടു കൊളാജൻ, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ADP ആൻഡ് ത്രോംബോക്സിൻ എയും സെക്രീറ്റ് ചെയ്യുന്നു. ഈ രണ്ട് സബ്സ്റ്റൻസും പ്ലേറ്റ്ലെറ്റ്സിനെ കൂടുതലായി ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുകയും പ്ലഗിൻ്റെ വലിപ്പം കൂട്ടി കൂടുതൽ ബ്ലഡ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമതായി ആക്ടിവേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അത് ഹിയർ പ്ലേറ്റ്ലെറ്റ്സ് റൗണ്ടായിട്ടും ഷേപ്പ് ലെസ്സായിട്ടും ഇങ്ങനെ ഇരിക്കും കുറച്ചുകൂടെ. അത് ഒരു സ്പൈനി ഷേപ്സ് അറ്റൈൻ ചെയ്യുന്നു. മുള്ളുകൾ പോലുള്ള ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്ത് പ്ലാസ്മ പ്രോട്ടീനായ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, പ്ലാസ്മ പ്രോട്ടീനും കൊയാഗുലേഷൻ ഫാക്ടറുമായി ചേർന്ന് ഒരു കോംപ്ലക്സ് കാസ്കേഡ് ഫോം ചെയ്യുന്നു. അതിനെ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മെക്കാനിസം. എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം എന്ന് നോക്കും. അതിൻ്റെ സിംപ്ലസ്റ്റ് സ്കീം ഫോർ ക്ലോട്ടിംഗ് പ്രപ്പോസ് ചെയ്തത് മൊറോവിറ്റ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഈ 1903 ഇദ്ദേഹം ഒരു സിംപ്ലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം കൊണ്ടുവന്നത്. ഈ പറഞ്ഞ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം അതായത് എക്സ്പ്ലെയിൻഡ് ബൈ 4 തിയറീസ്, 4 തിയറി കൊണ്ടാണ് ഈ ക്ലോട്ടിംഗ് മെക്കാനിസം. നേരത്തെ പറഞ്ഞ ഒരു ചെറിയ പാത്വേ നമ്മൾ അതിലൂടെ വന്നു. ഇനി നമ്മൾ വിശദമായിട്ട് ആ പാത്വേയെക്കുറിച്ച് പഠിക്കുകയാണ്. അത് 4 തിയറീസ് കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 എൻസൈം കാസ്കേഡ് തിയറി, 2 ബെസ്റ്റൺ ടൈലേഴ്സ് തിയറി, 3 ഹോവൽസ് തിയറി, 4 ഫ്ലൂയിഡ് ആൻഡ് സ്പൈറോസ് തിയറിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ എൻസൈം കാസ്കേഡ് തിയറിയാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് ബിഗ്സ് ആൻഡ് മാക്ഫർലൈൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. 2 പേരാണ് 1966. ഇതിൽ ബ്ലഡ് ക്ലോട്ടിംഗ് റിയാക്ഷൻ പല ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ നടക്കും. ഓരോ റിയാക്ഷനും ഓരോ സീരീസ് ഓഫ് എൻസൈമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. നമ്മളിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്
ആ പ്രോസസ്സ് പഠിക്കും. ഒരു എൻഡ് സ്റ്റേജ് എത്തുന്നത് വരെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോവും ഈ മെക്കാനിസം, ക്ലോട്ടിംഗ് മെക്കാനിസം. അത് പല എൻസൈംസ് ആണ് അതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഇതാണ് 3 പാത്വേസ് നമ്മൾ പറഞ്ഞ മെക്കാനിസം ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വരുന്നത്. അതായത് 1 ഇൻട്രിൻസിക് പാത്വേ, 2 എക്സ്ട്രിൻസിക് പാത്വേ, ആൻഡ് ദെൻ തേർഡ് വൺ ഫൈനലായിട്ട് കോമൺ പാത്വേ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇതിൽ ആദ്യം ഇൻട്രിൻസിക് പാത്വേ നമ്മൾ തുടങ്ങുകയാണ്. ഇതിലിപ്പം ഫസ്റ്റ് എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇഞ്ചുറി സംഭവിച്ചു, ഡാമേജ് ടു ബ്ലഡ് വെസൽസിന് ഡാമേജ് സംഭവിച്ചു. അതാണ് എൻഡോത്തീലിയൽ ഡാമേജ് അല്ലേ. ബ്ലഡ് വെസൽസിലെ എൻഡോത്തീലിയത്തിനാണ് ഡാമേജ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തോ ചെയ്യും, എൻഡോത്തീലിയം എക്സ്പോസ്ഡ് ആവും. ഈ കൊളാജൻ ലൈങ് ബിനീത്ത്, എൻഡോത്തീലിയത്തിൻ്റെ അടിവശത്ത് സ്ഥിതി ചെയ്യുന്ന കൊളാജൻ എന്തോ ചെയ്യും, പുറത്തോട്ട് എക്സ്പോസ് ആവും. എക്സ്പോസ് ചെയ്തിട്ട് ഈ ഫാക്ടർസായ 12, അതായത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമ്മൾ കുറേ 5, 8, 10, 6 എന്നൊക്കെ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സിനെ പറയും. ഈ എല്ലാ ഫാക്ടേഴ്സിനും ഓരോ പേരുണ്ട്. ആ പേര് നിങ്ങൾ പഠിക്കണം. അത് പുസ്തകത്തിലുണ്ട്, ഓരോ ഫാക്ടറിൻ്റെയും പേര്. അല്ലെങ്കിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ ഓരോ ഫാക്ടറിനെയും പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറഞ്ഞു തരാം. 1 പറയുന്നത് ഇതിൽ കാണുന്ന, ഇവിടെ കാണുന്ന 1 പറയുന്നത് ഫൈബ്രിനോജനാണ്. 2 പറയുന്നത് 2 എന്ന് പറയുന്ന ത്രോംബിനാണ്. 3 ടിഷ്യൂ ഫാക്ടറാണ്. 4 കാൽസ്യം അയോൺസ് ആണ്. 5 ലബൈൽ ഫാക്ടറാണ്. 7 കൺവേർട്ടിനാണ്. 8 എന്നത് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടറാണ്. 9 ആൻറ്റി ഹീമോലിക് ഫാക്ടർ ബി ആണ്. 10 എന്ന് പറഞ്ഞാൽ സ്റ്റുവർട്ട് പ്രോവർ ഫാക്ടറാണ്. 12 എന്ന് പറയുന്ന ഹാഗ്മാൻ ഫാക്ടറാണ്. ഇനി 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറാണ്. ഈ 6 എന്ന് പറയുന്ന മാത്രം അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ 12 എന്ന് പറയുന്ന ഫാക്ടർ ഹാഗ്മാൻ ഫാക്ടറാണ്. ഈ ഹാഗ്മാൻ ഫാക്ടർ കൊളാജനുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കുകയും എന്തോ ചെയ്യുന്നു, ഈ 12 എന്ന ഫാക്ടറിനെ കൺവേർട്ട് ചെയ്ത് എന്തുവാണ് 12A ആയിട്ട് മാറ്റുന്നു. മനസ്സിലായോ? കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് വന്നു, 12A ആയിട്ട്. ഈ 12 എന്ന് പറയുന്ന ഫാക്ടർ 12A ആയിട്ട് മാറുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ എന്തുവാണ് കല്ലിക്രിൻ എന്ന് പറയുന്നതും കൈനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനും ചേർന്നാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് കല്ലിക്രിൻ ആൻഡ് കൈനോജൻ ദിസ് 12 ഈസ് കൺവേർട്ടഡ് ടു 12A. മനസ്സിലായല്ലോ? അടുത്ത് അഗെയിൻ ദിസ് 12A ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്, ദിസ് 11 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ 11 ഫാക്ടർ 11 എപ്പോഴും നമ്മൾ ഫാക്ടർ എന്നേ പറയാം. ഫാക്ടർ 11 ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫാക്ടർ 11A. ഫാക്ടർ 11 ഈസ് കൺവേർട്ടഡ് ടു എന്താണ്, ഫാക്ടർ 11A ആയിട്ട്. ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് കൈനോജൻ്റെ പ്രസൻസിലാണ് ഇത് വീണ്ടും ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ദിസ് അതായത് ഈ 11 എന്ന് പറയുന്ന A ആക്ടിവേറ്റഡ് ഫാക്ടർ വീണ്ടും കൺവേർട്ടഡ് ടു എന്താണ് 11A. ഈ 11 ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ദിസ് 11 എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ടിവേറ്റഡ് ഫാക്ടർ 11A ആയിട്ട് കൺവേർട്ട് ചെയ്യും. 11A ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഈ ഫാക്ടർ 11 ഇവിടെ 11 അല്ലല്ലോ, 9A ആയിട്ടാണ് കൺവേർട്ട്. ഇവിടെ 11A ഈസ് കൺവേർട്ടഡ് ടു 9 ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു 9A ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 11 അല്ല, ഇവിടെ 9 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, പ്രസൻസ് ഓഫ് കാൽസ്യം ആണ് ഇങ്ങനെ. ദിസ് ആക്ടിവേറ്റഡ് ഫാക്ടർ 11A എന്തോന്നായിട്ട് മാറുന്നു, 10 ഇൻ ദ പ്രസൻസ് ഓഫ് ഇതിൻ്റെ ഏതായിട്ട്
9A കൺവേർട്ടഡ് ടു 10. സി ഡയറക്റ്റ്ലി ഇത് നേരെ വന്ന് 10ലോട്ടാണ് വരുന്നത്. മനസ്സിലായോ? 9A ഈസ് എന്തോന്ന് കൺവേർട്ടഡ് ടു ഏതാ 10 ആണ്. 10 ഇൻ ദ പ്രസൻസ് ഓഫ് ഏത് ഇങ്ങനെ പറയണം. ഇത് 10 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഫാക്ടർ 10 ആയിട്ട്, ഇൻ ദ പ്രസൻസ് ഓഫ് 8A ആൻഡ് കാൽസ്യം അയോൺസ്. മനസ്സിലായല്ലോ? എന്നിട്ട് ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. 10 കൺവേർട്ട് ചെയ്ത് 10A ആയിട്ട് മാറി ഇവിടെ അങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായ എക്സ്ട്രിൻസിക് പാത്വേയിലോട്ട് കിടക്കുന്നു. മനസ്സിലായോ? ഈ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് ഒരു ചെറിയ പാത്വേ ആണ് അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം 2-3 ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു ചെറിയ പാത്വേ ആണ്. ഇപ്പം ഇതിനൊരു മൈനർ റോൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ ഫാക്ടറിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഈ ക്ലോട്ടിനെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഈ ഫാക്ടറിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിലും അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വലിയ കുഴപ്പം, ബ്ലീഡിങ് ഡിസോർഡർ ഒന്നും പേഷ്യൻസിന് ഉണ്ടാവുന്നില്ല ഈ ഫാക്ടറിൻ്റെ കുഴപ്പം കൊണ്ട്. അടുത്ത എക്സ്ട്രിൻസിക് പാത്വേ തുടങ്ങുന്നത് നോക്കാം നമുക്ക്. പാത്വേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് അക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി വിത്ത് കോണ്ടാക്ട് ആക്ടിവേഷൻ പാത്വേ ആൻഡ് അതായത് ഇൻട്രിൻസിക് പാത്വേ ഈ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ കൂടെ നടക്കുമ്പം സെയിം ടൈം, അതിനാണ് സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നത്. സെയിം ടൈം എന്തോ ചെയ്യുന്നു, ഈ പെന്നിനെ കാണുന്നില്ലല്ലോ, ഓക്കെ, സൈമൾട്ടേനിയസ് ആയിട്ട് ഇതും കൂടെ ഇവിടെ നടക്കും. 2 പ്രോസസ്സും അറ്റ് എ ടൈം. അതായത് ഇവിടുന്ന് ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ ഇവിടെ നടക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെ നടക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഡാമേജ് ഓഫ് സെൽസ് ഉണ്ടാകുന്നു, ഇഞ്ചുറി സംഭവിക്കുന്നു. ഇനി വരച്ചൊക്കെ വെച്ച് ഇതാണെങ്കിൽ അപ്പോൾ ഇവിടെ ഇഞ്ചുറി സംഭവിക്കുകയാണ് വീണ്ടും. അതായത് ഇവിടെ പറ്റിയ ഇഞ്ചുറി തന്നെയാണ്. ഇവിടെ വേറൊരു ഇഞ്ചുറി, വേറെ കയ്യിൽ, ഇവിടെ വേറൊരു കൈ, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഡാമേജ്, ബ്ലഡ് വെസൽസ് ഡാമേജ് സംഭവിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ബ്ലഡ് വെസൽസിന് ഡാമേജ് സംഭവിക്കുന്നു. അങ്ങനെ ഇഞ്ചുറി ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്തോന്ന് ചെയ്യുന്നു, ഇത് ഈ എൻഡോത്തിയൽ ടിഷ്യൂ ഫാക്ടറായ ഫാക്ടർ 3 ഇവിടെ റിലീസ് ചെയ്യുന്നു. ഈ ഇഞ്ചുറിയിൽ നിന്ന് ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ 3 റിലീസ് ചെയ്യുന്നു, ഈസ് റിലീസ്ഡ്. എന്നിട്ട് ഈ 3 ഫോംസ് എ കോംപ്ലക്സ് വിത്ത് ഈ 7. ഈ 3 എന്ത് ചെയ്യും, ഈ 7ഉം ഈ ഇതുമായിട്ട് 7Aയുമായിട്ട് ചേർന്ന് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ കോംപ്ലക്സിന് പറയുന്ന പേരാണ് ടിഷ്യൂ ഫാക്ടർ കോംപ്ലക്സ്. ഇതിനെ ഇത്രയും ചേർത്തിട്ട് ടിഷ്യൂ ഫാക്ടർ കോംപ്ലക്സ് എന്ന് പറയും. എന്നിട്ട് ഇതെന്താന്ന് കൺവേർട്ട് ചെയ്തിട്ട് നേരെ 10 ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഇത് 10 ഫോം ചെയ്യും. ഫോം ചെയ്തിട്ട് 10 വീണ്ടും എന്തോന്ന് ആക്ടിവേറ്റഡ് ടു 10A ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതേസമയം ഇവിടെയും 10 വന്ന് ഫോം ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് 10A ഫോം ചെയ്യുന്നു. അപ്പോൾ 2 സ്ഥലത്തുനിന്നും ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? 2 പാത്വേയിലൂടെ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ എബോവ് 2 പാത്വേസ്, ഈ 2 പാത്വേയും കഴിഞ്ഞ ഉടനെ ഈ കാസ്കേഡ് പാസ് ചെയ്ത് ഒരു കോമൺ പാത്വേയിലോട്ട് കിടക്കുന്നു. കോമൺ പാത്വേ, അതായത് ഇങ്ങനെ ഒരു പാത്വേ വന്ന് ഇങ്ങനെ ഒരു പാത്വേ വന്നിട്ട് പിന്നെ ഒരു ഇതിനെയാണ് കോമൺ പാത്വേ എന്ന് പറയുന്നത്. ഈ കോമൺ പാത്വേ എന്ന് പറയുന്നത് ഇവിടെ എന്താ ചെയ്യുന്നു, പ്രോത്രോംബിൻ 2 ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ പ്രോത്രോംബിൻ 2നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ത്രോംബിൻ 2A ഫോം ചെയ്യുന്നു, ഫാക്ടറായ 2A ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫൈബ്രിനോജൻ, അതായത് ഈ 2A എന്തോന്നായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ഫൈബ്രിനോജൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അത് ഫൈബ്രിൻ 1A ആയിട്ട് മാറുന്നു, ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട്. അപ്പോൾ ത്രോംബിൻ ആക്ടിവേറ്റ്സ് ദ സോളിബിൾ പ്ലാസ്മ
ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇതിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് ഫാക്ടർ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതൊരു ഇൻസോല്യബിൾ ഫൈബ്രിനാണ്. ഇത് എന്തുവാണ്? ഇൻസോല്യബിൾ ഫൈബ്രിനാണ്. ഈ ഫൈബ്രിൻ പോളിമറൈസ് ട്രാപ്സ് പ്ലേറ്റ്ലെറ്റ്സ്. ഇതെന്തിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നു? പ്ലേറ്റ്ലെറ്റ്സ്, എരിത്രോസൈറ്റ്സ് ആൻഡ് അതർ കോമ്പണൻസ് ടു ഫോം ക്ലോട്ട്സ്. ഇതെല്ലാത്തിനെയും ക്രോഡീകരിച്ച് ഒരു ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ ഫോം ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തു. ഇൻ അഡീഷൻ ടു കൺവേർട്ടിംഗ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ, ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. ത്രോംബിൻ ഓൾസോ കൺവേർട്ട്സ് ഫാക്ടേഴ്സ് സെയിം ടൈം. ഇത് നടക്കുന്ന സമയത്ത് തന്നെ, ഇത്രയും പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഫാക്ടർ 8A ആയിട്ട്, ഫാക്ടർ 8A ആയിട്ടും കൂടെ കൺവേർട്ട് ചെയ്യുന്നു. ദിസ് ഫാക്ടർ ഈസ് എ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് that establishes covalent cross links between fibrin molecules. മനസ്സിലായോ? ഇതൊരു കോവാലൻറ്റ് ഫാക്ടറാണ് ബിറ്റ്വീൻ ഫൈബ്രിൻ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് വന്നിട്ട്. ഇത്രയുമാണ് മെക്കാനിസം ഓഫ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.